പുറമ്പോക്ക് കയ്യേറിയും പാർക്കിംഗ് ഏരിയ അടച്ചുകെട്ടിയും നടത്തുന്ന അനധികൃത നിർമ്മാണങ്ങൾ അനുവദിക്കില്ലെന്ന് ചാലക്കുടി നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു. സൗത്ത് ജംഗ്ഷനിലെ വിവാദ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് മുന്നറിയിപ്പ്. അനധികൃത നിർമ്മാണം പൂർണ്ണമായി നീക്കം ചെയ്യുന്നതുവരെ നഗരസഭ നടപടി തുടരുമെന്നും ആലിസ് ഷിബു കൂട്ടിച്ചേർത്തു. ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ ഇറിഗേഷൻ കനാൽ പുറമ്പോക്ക് കയ്യേറി നടത്തിയ അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭ കർശന നിലപാട് സ്വീകരിച്ചു. കോടതി ഉത്തരവിനെയും നഗരസഭാ ചട്ടങ്ങളെയും പോലീസ് നിർദ്ദേശങ്ങളെയും വെല്ലുവിളിച്ച് നടത്തുന്ന യാതൊരു അനധികൃത നിർമ്മാണവും അനുവദിക്കില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു പറഞ്ഞു. വിവാദ കെട്ടിടത്തിന്റെ പാർക്കിംഗ് ഏരിയ അടച്ചുകെട്ടി നിർമ്മാണം നടത്താനുള്ള ശ്രമം നഗരസഭ നേരത്തെ തടഞ്ഞിരുന്നു. നഗരസഭയുടെ നോട്ടീസും പോലീസിന്റെ സാന്നിധ്യത്തിൽ നൽകിയ താക്കീതും അവഗണിച്ച് നിർമ്മാണം തുടർന്നതായും ചെയർപേഴ്സൺ ആരോപിച്ചു. ഇന്നലെ കാലത്ത് അവിടെ നിർമ്മാണം നടക്കുന്നു എന്നറിഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ അവിടെ നഗരസഭയുടെ എഞ്ചിനീയർ വിഭാഗം സെക്രട്ടറി ഇന്നലെ അവധി ദിവസമായതുകൊണ്ട് ഇവിടെ ഓഫീസ് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിട്ടില്ല. നമ്മൾ ഇവിടുത്തെ ബന്ധപ്പെട്ട മുനിസിപ്പൽ എഞ്ചിനീയർ കൃത്യമായിട്ടുള്ള പേപ്പറുകൾ അവിടെ കൊടുക്കുകയും ഇത് നിർത്തിവെക്കണം എന്ന് പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ പോലീസ് സ്റ്റേഷനിൽ വന്ന് CIയുടെ നേതൃത്വത്തിലാണ് ആ വ്യക്തിയെ കൊണ്ട് ഒപ്പിടിച്ച് പോയത്. വീണ്ടും വൈകിട്ട് 4 മണിയായപ്പോൾ വീണ്ടും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കണ്ട് ഞങ്ങളെല്ലാവരും ചാലക്കുടി സ്റ്റേഷനിൽ വരികയും CIയുടെ നേതൃത്വത്തിൽ ഈ ഉടമയെ വിളിച്ചു വരുത്തി. ഈ ഉടമ അവിടെ വന്ന് കുറേ സമയം കഴിഞ്ഞു സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ആൾക്ക് താൽക്കാലിക സ്റ്റേ കിട്ടിയ കാര്യം പറഞ്ഞ് ക്ലാരിഫിക്കേഷൻ ഇല്ല എന്നുകൂടെയാണ് അദ്ദേഹം അവിടെ പറയുകയുണ്ടായത്. അപ്പോൾ കൃത്യമായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു അനുമതി ഇല്ലാതെ പല പ്രാവശ്യം നമ്മൾ വാണിംഗ് കൊടുത്തിട്ടും ഒരു ധിക്കാരപരമായിട്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയതിനെതിരെയാണ് ഇന്നലെ ഞങ്ങൾ ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരിപ്പ് സമരം തന്നെ നടത്തിയത്. ഗത്യന്തരമില്ലാതായതിനെ തുടർന്നാണ് കയ്യേറി നിർമ്മിച്ച ഭാഗത്തിന്റെ ഒരു ഭാഗം ഉടമ പൊളിച്ചു നീക്കിയത്. എന്നാൽ അത് മതിയാകില്ലെന്നും അനധികൃത നിർമ്മാണം പൂർണ്ണമായും പൊളിച്ചു മാറ്റണമെന്നും അല്ലാത്തപക്ഷം നഗരസഭ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഒരു ഭാഗം മാത്രം പൊളിച്ചു നീക്കിയതിൽ തൃപ്തരാണെന്ന LDF കൗൺസിലർമാരുടെ നിലപാട് അത്ഭുതപ്പെടുത്തുന്നതാണെന്നും അനധികൃത നിർമ്മാണം പൂർണ്ണമായും നീക്കം ചെയ്യുന്നതുവരെ നഗരസഭാ നടപടി തുടരുമെന്നും ആലിസ് ഷിബു കൂട്ടിച്ചേർത്തു. മീഡിയ ടൈം, ചാലക്കുടി.